ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൺജങ്ഷനാണ്. യോജക് എന്ന് ഹിന്ദിയിൽ പറയും, മലയാളത്തിൽ ഘടക പദങ്ങൾ എന്ന് പറയും. രണ്ട് വാക്യങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിന് ജബ് തക്ക്, ജബ് എപ്പോഴാണോ, തബ് അപ്പോൾ. ആദ്യം നമ്മൾ ജബ് തക്ക് എന്ന ഘടകപദത്തെ കുറിച്ച് പറയാം, കൺജങ്ഷനെ കുറിച്ച് പറയാം. മീ മൈസൂർ ഗയ, ഞാൻ മൈസൂരിൽ പോയി. ഐ വെന്റ് ടു മൈസൂർ. മീം ഉസുസി മില, ഞാൻ അവനെ കണ്ടു. ഇത് ഒരു പദമാക്കി മാറ്റണം. അവിടെയാണ് കൺജങ്ഷൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കി. ജബ് മേ മൈസൂർ ഗയ തബ് ഉസ്സെ മില, ഞാൻ മൈസൂരിൽ പോയപ്പോൾ അവനെ കണ്ടു. എപ്പോഴാണോ ഞാൻ മൈസൂരിൽ പോയത് അപ്പോൾ അവനെ കണ്ടു. ഐ മെറ്റ് ഹിം വെൻ ഐ വെന്റ് ടു മൈസൂർ, എപ്പോൾ ഞാൻ മൈസൂരിൽ പോയോ അപ്പോൾ അവനെ കണ്ടു. ജബ് മേ മൈസൂർ ഗയ തബ് ഉസ്സെ മില. പിടികിട്ടിയോ അത്? ഇനി അടുത്തത് നോക്കാം നമുക്ക്. നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ ഇടതുവശത്തു കൂടെ പോകണം. അതെങ്ങനെ പറയാൻ നോക്കാം. ജബ് ഹം സൈക്കിൾ സേ സവാരി കർത്താ ഹൈ തബ് ഹം ബായ് ഔർ സേ ജാനാ ചാഹിയെ. വി ഷുഡ് കീപ് ടു ദ ലെഫ്റ്റ് വെൻ വി റൈഡ് ഓൺ എ സൈക്കിൾ. ആ കുട്ടിയെ ഞാൻ എടുത്തപ്പോൾ കുട്ടി ചിരിച്ചു. അതെങ്ങനെ പറയാൻ നോക്കാം. ജബ് മൈനെ ഉസേ ബच्चे को उठा लिया तब वह हंसने लगा. ഞാൻ കുട്ടിയെ എടുത്തപ്പോൾ, എപ്പോഴാണോ എടുത്തത്, ജബ് എപ്പോഴാണോ എടുത്തത് അപ്പോൾ കുട്ടി ചിരിച്ചു. ജബ് സൂരജ് നിക്കലാ ഹൈ തബ് അന്ധേര ദൂർ ഹോത്താ ഹൈ. എപ്പോൾ സൂര്യൻ ഉദിക്കുന്നു അപ്പോൾ ഇരുട്ട് മാറുന്നു. അപ്പോൾ ഇരുട്ട് മാറും. മനസ്സിലായോ? ഇത് ശരിക്കും മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് പറയേണ്ടത്. ഇത് ശരിക്കും ഒന്ന് പറഞ്ഞു നോക്കുക. അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇത്. ഇത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. വെറുതെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബൈ.